മോർണിംഗ്. ഞാൻ ഒയാസ റിസോർട്ടിൻ്റെ മുന്നിലാണ് ഇരിക്കുന്നത്. ഞങ്ങളുടെ ഒരു വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്തും കുറച്ചു കാലം മുന്നേ എന്നെ കാണാൻ വരികയുണ്ടായ ഒരു പേഷ്യൻറ്റുമാണ് തക്കറായ ഷംസുക്ക. അദ്ദേഹം വളരെ പാരമ്പര്യമുള്ള ഒരു ട്രെയിൻ സർവീസ് കുടുംബത്തിലെ അമരക്കാരനാണ്. അദ്ദേഹം ശാരീരികമായിട്ട് വളരെയധികം അധ്വാനിക്കുകയും ഒരുവിധം അപകടസന്ധികളെല്ലാം എല്ലാവർക്കും പ്രിയങ്കരനായ ഒരാളാണ്. വണ്ടി ഇടിച്ചു കഴിഞ്ഞാലാണ് ആളുടെ പ്രത്യേകത നമുക്ക് പറയാൻ പറ്റുള്ളൂ. ലോറിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്റെ ചെറുപ്പം തൊട്ടേ കേൾക്കുന്ന ഒരു കുടുംബമാണ് തച്ചറായൽ ട്രെയിൻ സർവീസ്. എവിടെ വണ്ടി ഇടിച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഗ്യാസ് സിലിണ്ടറൊക്കെ പോയാലും പുള്ളി വന്ന് ഇറക്കി അത് എല്ലാവർക്കും കളക്ടർ വരെ അല്ലെങ്കിൽ എല്ലാ ലെവലിലും സമ്മതനായ വ്യക്തിയാണ്. പക്ഷെ പുള്ളിക്ക് ഡിസ്കിന് കംപ്ലൈന്റ് ആയിട്ട് തന്നെ കാണാൻ തൃശ്ശൂര് ഇവിടെ ചാവക്കാട് എത്താന്ന് പറയുന്നത് അത്ഭുതമായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ അദ്ദേഹം എന്താണ് അനുഭവിച്ചിരുന്നത്, എന്തൊക്കെയാണ് ട്രീറ്റ്മെന്റുകൾ, ആദ്യം എന്താ ചെയ്തത്, ഇപ്പൊ എന്താ അവസ്ഥ. ഇപ്പൊ ട്രീറ്റ്മെന്റിലാണ് കഴിഞ്ഞു ഇന്നത്തോടുകൂടി. ഇപ്പോഴത്തെ ട്രീറ്റ്മെന്റ് ഒരു പഞ്ചകർമ്മ ചികിത്സ എന്ന് പറയുന്ന ഒരു ആയുർവേദത്തിന്റെ ഒരു ശൈലിയാണ്. സാധാരണ ആയുർവേദത്തിന് രണ്ട് ഭാഗമാണ്. ഒന്ന് ഈ ഉഴിച്ചില്, തിരുമ്പല്. അതിന് ഡോക്ടർക്ക് അത്ര പ്രാധാന്യമൊന്നുമില്ല. പൊതുവെ ഈ ആയുർവേദ കോളേജിൽ പഠിച്ച അല്ലെങ്കിൽ അങ്ങനത്തെ പാരമ്പര്യ ഡോക്ടർമാർക്കുള്ളത് ചെയ്യേണ്ടത് ശരിക്കും പഞ്ചകർമ്മ ചികിത്സയാണ്. അത് കുറച്ച് കോസ്റ്റ്ലി ആയതുകൊണ്ട് പൊതുവെ പല സ്ഥലത്തും ഇപ്പൊ ഇല്ല. ഉഴിച്ചില് എന്ന് പറയുന്ന ഒരു ശൈലിക്കാണ് വെച്ചാൽ അതിന് ഡോക്ടറുടെ സാന്നിധ്യം ആവശ്യമില്ല, വളരെ ചെലവ് കുറവാണ്. അപ്പൊ അതുകൊണ്ട് പഞ്ചകർമ്മ ചികിത്സ പൊതുവെ സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ ആയുർവേദ കോളേജുകളിൽ അല്ലെങ്കിൽ വളരെ ഉന്നത സ്ഥാപനങ്ങളിൽ മാത്രമേ നടത്താറുള്ളൂ. അപ്പൊ ഇദ്ദേഹത്തിന് ഈ ഡിസ്കിന്റെ കംപ്ലൈന്റിന് പഞ്ചകർമ്മ ചികിത്സയാണ് ഞാനിവിടെ കഴിഞ്ഞ 5 വർഷമായിട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇദ്ദേഹം വന്നപ്പോൾ ഞാനത് തന്നെ സെലക്ട് ചെയ്തു. ആ ട്രീറ്റ്മെന്റിനെ പറ്റിയിട്ട് പുള്ളിക്ക് വ്യക്തമായിട്ട് ഒരു കാഴ്ചപ്പാടുണ്ട്. ഇദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്കത് കേൾക്കാം. ഞാൻ വളരെ ചെറുപ്പകാലം മുതൽ ഈ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ കഠിനാധ്വാനം, ഈ മെഷീനറി എറക്ഷന്റെ വർക്കുകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു 10, 15, 20 കൊല്ലമായിട്ട് മെഷീനറി എറക്ഷന്റെ വർക്കുകൾ, വലിയ വലിയ മെഷീനറികൾ 10 ടണ്ണ്, 15 ടണ്ണ്, 30 ടണ്ണ് ഒക്കെ വെയിറ്റുള്ള മെഷീനറികൾ വന്ന് ഇറക്കി ഉള്ളിൽ കയറ്റി വയ്ക്കുക, പിടിക്കുക. അപ്പോൾ അതുമായിട്ട് ശരീരം കൊണ്ടുള്ള ഭയങ്കരമായിട്ടുള്ള അധ്വാനവും കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് കിട്ടിയതാണ് എന്നുള്ളത് പരിപൂർണമായിട്ട് പറയാം. എനിക്ക് കണ്ടലിന് വേദന, നെടുമ്പുറം വേദന, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവിടെ തൃശ്ശൂർ തന്നെ ഞാൻ ഒരുപാട് ഡോക്ടർമാരെയൊക്കെ കണ്ടു. വലിയ വലിയ ഡോക്ടർമാർ, വമ്പൻ ഡോക്ടർമാരെയൊക്കെ പോയി കണ്ടു. അതിന് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റ് കുറേ കാലം ചെയ്തിട്ടുണ്ട് ഞാൻ. പക്ഷെ അതിന് മാറ്റങ്ങളൊന്നുമില്ല. ഗുളിക തരും എനിക്ക് നല്ല. അത് പിന്നീടാണ് എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചത്. വേദന സംഹാരി എന്ന് പറയുന്ന രീതിയിലുള്ള ഗുളികകളും മറ്റും അതിനകത്ത് ആണ് ആ വേദനയെ ഒരു പരിധിവരെ പിടിച്ചു നിർത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വേദന ഇല്ലാത്തൊരവസ്ഥയിൽ പണി ചെയ്യാനുള്ള ഇത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ഗുളിക നിർത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. വേദന സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായി. അതും വെച്ച് നടന്നിട്ട് അവിടെ തൃശ്ശൂർ തന്നെ ഈ ആയുർവേദത്തിൻ്റെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അവരുമായിട്ടും ബന്ധപ്പെട്ട് ഞാൻ അവരുടെ ട്രീറ്റ്മെൻറ്റും കാര്യമായിട്ട് ചെയ്തു. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു തരത്തിലും ഒരു സമാധാനം ഇല്ലാത്തൊരവസ്ഥയാണ്. വേദന ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെ ആ വേദന ഞാൻ കൊണ്ടു നടന്നു. അങ്ങനെയാണ് ഈ ചാവക്കാട് ഒരു ഡോക്ടർ ഇരിക്കുന്നുണ്ട് എന്നുള്ള ഒരു സൂചന കിട്ടി. നല്ല ഡോക്ടറാണ് അദ്ദേഹം. അതിന് മാത്രമുള്ള, അതായത് എനിക്കതാണ് അദ്ദേഹത്തിന് ആ ഒരു ഇത് വന്നത്, നട്ടലിന് മാത്രമായിട്ടുള്ള ഒരു ഡോക്ടർ, ആയുർവേദ ഡോക്ടർ. ഞാൻ അയാളെ പറ്റി അന്വേഷിച്ചു ആദ്യം. കാരണം ഓടി പോയില്ല. കാരണം നമ്മൾ ഒരുപാട് ഡോക്ടർമാരെ കണ്ടിട്ടുള്ളതാണ്, ഒരുപാട് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അന്വേഷിച്ചു. എൻ്റെ ചാവക്കാട് ആയതിൻ്റെ പേരിൽ എനിക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ടാകും. എൻ്റെ കൂട്ടുകുടുംബങ്ങളും ആൾക്കാരൊക്കെ. അവരുമായിട്ട് ഞാൻ ചോദിച്ച് മനസ്സിലാക്കി. ഇവരൊക്കെ ഈ ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരാണ്. അവർക്കൊക്കെ ഓരോ കഥകൾ പറയാനുണ്ട്. അസുഖങ്ങൾ മാറിയിട്ടുള്ളത്, ചെന്ന് കണ്ടത് ഒക്കെ. അതൊക്കെ കൂടിയായപ്പോൾ എനിക്ക് അദ്ദേഹത്തിനെ കാണണം, അദ്ദേഹമായിട്ട് ബന്ധപ്പെടാൻ തോന്നി. ഞാൻ പോയി ചാവക്കാട് പോയി കണ്ടു. ഞാൻ കുറഞ്ഞതൊരു 15 ദിവസത്തെ മരുന്ന് അദ്ദേഹത്തിന് കഴിച്ചു. കാരണം എനിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വന്ന് കിടക്കാനുള്ള ഒരു സമയത്തിൻ്റെ ചെറിയ പ്രശ്നവും കാര്യങ്ങളും, എൻ്റെ എല്ലാ ബിസിനസ്സും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഇട്ടെറിഞ്ഞ് പോരാൻ പറ്റാത്തതിൻ്റെ പേരിൽ ഒരു 15 ദിവസത്തെ ഗ്യാപ്പിൽ അദ്ദേഹത്തിൻ്റെ മരുന്നുകളും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് 10-14 ദിവസം മരുന്ന് കഴിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 7 ദിവസം മുമ്പ് ഇവിടെ വരുന്നത് വരെ 7 ദിവസം മുന്നാണ് വന്നത്. ഇന്നിപ്പോൾ എൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിയണം. വന്നു കയറുമ്പോൾ നല്ല വേദനയായിട്ടാണ് എൻ്റെ വരുന്നത്.
ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവരുടെ ട്രീറ്റ്മെന്റ് ഇന്നിപ്പോൾ കഴിയും ലാസ്റ്റ് ആവുന്നു. ഒരു 95% എൻ്റെ വേദന പോയിരിക്കുകയാണ്. ഗുളികകളോ അല്ലെങ്കിൽ മറ്റുള്ള വേദന സംഹാരി ഗുളികകളോ അങ്ങനെയുള്ളൊരു സാധനങ്ങൾ ഞാൻ കഴിക്കുന്നില്ല. അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാനത് വളരെ ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് അതിന് വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഒരുപാട് അനുഭവിച്ചിട്ടുള്ളതാണ് ഈ ഗുളിക തീറ്റ, ഒരുപാട് അനുഭവിച്ചിട്ടുള്ളത്. അതിൻ്റെ പേരിൽ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ കഷായത്തിൻ്റെ ഗുളികകളും മറ്റുള്ള ആ ഒരു സംഭവം കഷായവും പോലത്തെ ആയിട്ടുള്ള മരുന്നുകളൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അതിൽ ഒരു വേദന സംഹാരി എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. പക്ഷെ എൻ്റെ വേദന മാറിയിട്ടുണ്ട്, അത് സത്യമാണ്. അത് സന്തോഷം അല്ലേ? അത് ശരിയാവും. ഇതിപ്പോ ട്രീറ്റ്മെന്റ് തുടങ്ങി ഇതിനൊരു സ്റ്റെപ്പ് കൂടി ഉണ്ട്. അതിന് കഴിഞ്ഞ് പൂർണ്ണമായിട്ട് അപ്പൊ ആയുർവേദത്തിന്റെ മഹത്വമാണ്. അതുകൊണ്ട് ഒരു ആശുപത്രി ഡോക്ടർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ കഴിവൊന്നല്ല. ആയുർവേദത്തില് പഞ്ചകർമ്മ ചികിത്സ ചെയ്താൽ മാറുന്നുള്ളതാണ്. ഇത് നിങ്ങൾ വളരെയധികം സന്തോഷിക്കുക. പിന്നെ ഇതിന്റെ മെഡിസിൻസ് ഒക്കെ ഒരുപാട് ആളുകളായ പഞ്ചകർമ്മ ചികിത്സ എന്ന് പറയുമ്പോൾ അതില് ഒരു കച്ചവട സ്വഭാവം ഉണ്ടാവും. ഇവിടത്തെ രീതി എന്ന് പറയുന്നത് എനിക്ക് നിലനിൽക്കണമെങ്കിൽ നല്ല രീതിയിൽ തന്നെ പോകണം. എന്നാൽ ഇതിന് മാത്രമായിട്ട് ഒരു 5 വർഷം വർക്ക് ചെയ്തതാണ്. ഈ മെഡിസിൻ ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള റിസർച്ചാണ്, പേഴ്സണലായിട്ട് ഞാൻ ചെയ്തതാണ്. അതിന്റെ ഫലം ആയിരക്കണക്കിന് ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. അതിലൊരാൾ നിങ്ങൾ അനുഭവിക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു.